Hey guys and welcome back to Automonk. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് ഒരു ബൈക്ക് റിവ്യൂ ഒന്നുമല്ല, കുറച്ച് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ എഞ്ചിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാക്കിയാൽ ഭയങ്കര ലെങ്തി ആയപ്പോൾ കുറേ സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എഞ്ചിനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസിൻ്റെയും മീനിങ് പറയുന്നതാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് എഞ്ചിനെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ആർട്ടിക്കിൾസോ റിവ്യൂസോ എന്തെങ്കിലും കാണുവാണെങ്കിൽ അതിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫോമാറ്റിലാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഡോമിനാറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുമ്പോൾ 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിൻ എന്ന് പറയും. അപ്പോൾ ഇതിലെ ഓരോ ടേംസും എന്താണെന്നാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഫോമാറ്റ് എന്ന് പറയുന്നത് ഒരിടത്തും എഴുതി വെച്ചിട്ടുള്ള ഫോമാറ്റ് ഒന്നുമല്ല, പക്ഷേ എല്ലാവരും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫോമാറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു തുടങ്ങാം. സ്പെസിഫിക്കേഷൻസിൽ ആദ്യം പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റാണ് ഈ 373cc. ഈ സി സി എന്താണെന്ന് കുറേ പേർക്ക് അറിയായിരിക്കും. സി സി എന്ന് പറഞ്ഞാൽ ക്യൂബിക് കപ്പാസിറ്റിയാണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ്, വണ്ടിയുടെ മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് സി സി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ പിസ്റ്റൻ്റെ മേളിലുള്ള വോളിയത്തിനെയാണ് നമ്മൾ സി സിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് പിസ്റ്റൺ ലോവർ മോസ്റ്റ് പൊസിഷനിൽ നിന്ന് അപ്പർ മോസ്റ്റ് പൊസിഷൻ വരെ ട്രാവൽ ചെയ്യുമ്പോൾ അത് കവർ ചെയ്യുന്ന വോളിയത്തിനെയാണ് സിംപ്ലി സി സി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 373cc എന്ന് പറയുമ്പോൾ ആ പിസ്റ്റൻ്റെ മേളിൽ സിലിണ്ടറിൻ്റെ അവിടെ സിലിണ്ടറിൻ്റെ അകത്തുള്ള വോളിയം 373cc ആയിരിക്കും. അതാണ് സി സി എന്ന് പറയുന്നത്. പിന്നെ ഈ സി സിയും പവറും തമ്മിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. സി സിയും, അതായത് സി സി കൂടിയ വണ്ടികൾക്ക് പവർ കൂടുതലാണെന്നും സി സി കുറഞ്ഞ വണ്ടികൾക്ക് പവർ കുറവാണെന്നും കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. പക്ഷേ ടെക്നിക്കലി പറയുകയാണെങ്കിൽ സി സിയും പവറും തമ്മിൽ അങ്ങനെ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെന്ന് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ അറിയാം. റോയൽ എൻഫീൽഡും ഡ്യൂക്ക് 390 നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് 500 പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനേക്കാളും കൂടുതൽ പവറാണ് ഡ്യൂക്ക് 390 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പവറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമല്ല, അതിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ബോർ, സ്ട്രോക്ക്, സ്പാർക്ക് പ്ലഗ് ടൈമിങ്, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ്, കംപ്രഷൻ റേഷ്യോ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടെയാണ് പവറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം കൂടി എന്ന് പറഞ്ഞിട്ട് പവർ കൂടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ബോറും സ്ട്രോക്ക് നേരത്തെ പറഞ്ഞ പോലെ അതെന്താണെന്ന് നോക്കാം. ഈ ബോർ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സ്പെക് ഷീറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ബോർ ബൈ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു കോളം കാണാൻ പറ്റും. അതിൽ ആ ബോർ എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് ബോറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ലെങ്ത്, അതായത് പിസ്റ്റൻ്റെ ലോവർ മോസ്റ്റ് പൊസിഷനിൽ നിന്ന് അപ്പർ മോസ്റ്റ് പൊസിഷൻ വരെ പിസ്റ്റൺ ട്രാവൽ ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ആ ലെങ്ത്തിനെയാണ് സ്ട്രോക്ക് ലെങ്ത് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ബോറിനെയും സ്ട്രോക്കിനെയും ബേസ് ചെയ്തുകൊണ്ട് തന്നെ എഞ്ചിനെ മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലോങ് സ്ട്രോക്ക് എഞ്ചിൻ, ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻസ് ആൻഡ് സ്ക്വയേർഡ് എഞ്ചിൻസ്, ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ മൂന്ന് എഞ്ചിൻസിൻ്റെയും യൂസ് എന്താണെന്നും നമുക്ക് നോക്കാം. ലോങ് സ്ട്രോക്ക്, ഷോർട്ട് സ്ട്രോക്ക്, സ്ക്വയേർഡ് എഞ്ചിൻസ്, ഇത് മൂന്നും എന്താണെന്ന് നോക്കാം. ലോങ് സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത്ത് ബോർ ഡയമീറ്ററിനെക്കാളും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള എഞ്ചിൻസിനെയാണ് നമ്മൾ ലോങ് സ്ട്രോക്ക് എഞ്ചിൻസ് അല്ലെങ്കിൽ അണ്ടർ സ്ക്വയേർഡ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഞ്ചിൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിൽ കാണുന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 500, ക്ലാസിക് 500, അങ്ങനെയുള്ള ബൈക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രോക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബൈക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോ എൻഡിൽ ഭയങ്കര ടോർക്കായിരിക്കും, പക്ഷേ അതിൻ്റെ പവർ ഔട്ട്പുട്ട് സെയിം ഡിസ്പ്ലേസ്മെൻറ്റുള്ള വേറെ എഞ്ചിൻസ് വെച്ച് നോക്കുമ്പോൾ ലോങ് സ്ട്രോക്ക് എഞ്ചിൻസിന് പവർ ഔട്ട്പുട്ട് കുറച്ച് കുറവായിരിക്കും. എന്നാൽ അതിൻ്റെ ലോ എൻഡിലുള്ള ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഇതാണ് ലോങ് സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ ഒരു പ്രത്യേകത. ഇനി സ്ക്വയേർഡ് എഞ്ചിൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബോർ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്ത്തും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഓൾമോസ്റ്റ് അല്ല, ഈക്വൽ ആയിരിക്കും ബോർ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്ത്തും. അങ്ങനെയുള്ള എഞ്ചിൻസിനെയാണ് സ്ക്വയേർഡ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ R15 വേർഷൻ 3 MT15 അങ്ങനത്തെ ബൈക്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രോക്ക് ലെങ്തും ബോർ ഡയമീറ്ററും ഓൾമോസ്റ്റ് സെയിം ആണ്. അങ്ങനെയുള്ള എഞ്ചിൻസിനെയാണ് സ്ക്വയേർഡ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഒരേ സി സിയിലുള്ള സ്ക്വയേർഡ് എഞ്ചിൻസ് നോക്കുകയാണെങ്കിൽ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും പവർ സ്ക്വയേർഡ് എഞ്ചിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളതാണ് ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻസ് അല്ലെങ്കിൽ ഓവർ സ്ക്വയേർഡ് എഞ്ചിൻസ്. അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അതിൻ്റെ ഈ ബോർ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്തിനെക്കാളും ഭയങ്കര അധികം കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള എഞ്ചിൻസിനെയാണ് നമ്മൾ ഓവർ സ്ക്വയേർഡ് എഞ്ചിൻസ് അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 390, നമ്മുടെ ഡോമിനാർ 400, അങ്ങനെയുള്ള ബൈക്സൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാം ഓവർ സ്ക്വയേർഡ് എഞ്ചിൻസാണ് അങ്ങനത്തെ ബൈക്സിലെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഒരേ ഡിസ്പ്ലേസ്മെൻറ്റുള്ള ഈ മൂന്ന്
ടൈപ്പ് ഓഫ് എൻജിൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ ഔട്ട്പുട്ട് വരുന്നത് ഒരു ഓവർ സ്ക്വയർഡ് എൻജിൻസ് തന്നെയായിരിക്കും. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ബോറും സ്ട്രോക്കും വെച്ചിട്ട് എൻജിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി മെയിനായിട്ട് എൻജിൻ്റെ സ്പെസിഫിക്കേഷൻസിൽ പറയുന്നതാണ് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 373cc സിംഗിൾ സിലിണ്ടർ. അത് വേറൊന്നുമല്ല, ഈ ബൈക്കിൻ്റെ എൻജിനിൽ എത്ര സിലിണ്ടേഴ്സ് ഉണ്ടെന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ഈ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ സെയിം ഡിസ്പ്ലേസ്മെൻറ്റിലുള്ള നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് കൂടുതലുള്ള ബൈക്സ് ആണെങ്കിൽ ആ ബൈക്സ് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ 2 സിലിണ്ടറുള്ള ബൈക്സിനെ ട്വിൻ സിലിണ്ടർ ബൈക്സ് എന്നും 3 സിലിണ്ടർ ഉള്ളതിനെയും 4 സിലിണ്ടർ ഉള്ളതിനെയും 3 സിലിണ്ടർ 4 സിലിണ്ടർ ബൈക്സ് എന്ന് പറയും. ഇപ്പോൾ 2 സിലിണ്ടർ ഉള്ളതിന് ഒരു എക്സാമ്പിൾ നിങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ 650 നോക്കുകയാണെങ്കിൽ 2 സിലിണ്ടറാണ്. അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഒരേ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് കൂടിയ ബൈക്സ് ആണെങ്കിൽ കൂടുതൽ പവർ ഔട്ട്പുട്ട് ആ ബൈക്ക് തരും. ഇനി സ്പെസിഫിക്കേഷൻസിൽ എടുത്ത് പറയുന്ന കാര്യമാണ് ആ ബൈക്കിൻ്റെ എൻജിൻ എങ്ങനെ കൂൾ ചെയ്യുന്നു എന്ന്. അപ്പോൾ ബൈക്സിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് കൂളിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് സിംപ്ലി എയർ കൂളിംഗ്, രണ്ടാമത്തത് ലിക്വിഡ് കൂളിംഗ്, മൂന്നാമത്തത് ഓയിൽ കൂളിംഗ്. എയർ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഉപയോഗിച്ച് എൻജിനെ കൂൾ ചെയ്യുന്നു. അതിപ്പോൾ നിങ്ങൾ എൻജിൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എൻജിൻ്റെ സൈഡിൽ ഒരു ഫിൻ സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എൻജിൻസിൻ്റെ സിലിണ്ടേഴ്സിൻ്റെ സർഫസ് ഏരിയ, പുറത്തുള്ള സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഫിൻ സ്ട്രക്ചേഴ്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഹീറ്റെല്ലാം ആ ഫിന്നിലോട്ട് ഡിസിപ്പേറ്റ് ചെയ്തിട്ട് എയർ വെച്ചിട്ട് ആ ഹീറ്റിനെ എല്ലാം ക്യാരി ചെയ്യും. അങ്ങനെയാണ് എയർ കൂൾഡ് എൻജിൻസ് വർക്കാവുന്നത്. അതിലൊരു റേഡിയേറ്ററിൻ്റെയോ എക്സ്ട്രാ പമ്പിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷേ എഫിഷ്യൻസി നോക്കുവാണെങ്കിൽ എയർ കൂൾഡ് എൻജിൻസ് അത്ര എഫിഷ്യൻ്റ് ആയിരിക്കില്ല. സ്മോളർ കപ്പാസിറ്റി ബൈക്സിലാണ് കൂടുതലായിട്ടും എയർ കൂളിംഗ് യൂസ് ചെയ്യുന്നത്. ഹയർ കപ്പാസിറ്റി ബൈക്സിൽ എയർ കൂളിംഗ് വെച്ചിട്ട് മാത്രം എൻജിനെ കൂൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹയർ കപ്പാസിറ്റി ബൈക്സിൽ എയർ കൂളിംഗ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ എയർ കൂളിംഗ് ഉണ്ട്. പക്ഷേ അതിന് കാരണമെന്ന് പറയുന്നത് അതൊരു ഹൈ റെവിങ് എൻജിനല്ല, അതൊരു ലോ റെവിങ് എൻജിനാണ്. അതിൻ്റെ ഒരു റെഡ് ലൈൻ ഒരു 6000 അടുപ്പിച്ചുള്ള ഒരു RPM ആണ് അതിൻ്റെ റെഡ് ലൈന്. അതുകൊണ്ട് തന്നെ അതിന് എയർ കൂളിംഗ് മതിയാവും. ഇനി മെയിനായിട്ട് വരുന്ന രണ്ടാമത്തെയാണ് ലിക്വിഡ് കൂളിംഗ്. ലിക്വിഡ് കൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു റേഡിയേറ്ററും കൂളൻറ്റും വെച്ചിട്ട് എൻജിനെ തണുപ്പിക്കുന്നത്. അതിൽ ഈ ഫിൻ സ്ട്രക്ചേഴ്സ് കാണില്ല, പകരം സിലിണ്ടേഴ്സിന് ചുറ്റുമായിട്ട് ഒരു വാട്ടർ ജാക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതുവഴി കൂളൻറ്റ് സർക്കുലേറ്റ് ചെയ്ത് എൻജിൻ്റെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. എന്നിട്ട് ഹോട്ടായിട്ടുള്ള കൂളൻറ്റ് റേഡിയേറ്ററിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് കൂൾ ചെയ്യും. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലിക്വിഡ് കൂളിംഗ്. ഇപ്പോൾ ലിക്വിഡ് കൂളിംഗ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ 200cc ലെബോളുള്ള ഏതെങ്കിലും ബൈക്സ് എടുത്ത് നോക്കിയാൽ കാണാം. NS200, RS200, ഡോമിനാർ, ഡ്യൂക്ക് 390 അങ്ങനെ ബൈക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു റേഡിയേറ്ററും കൂളൻറ്റും ഉള്ള അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ലിക്വിഡ് കൂളിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. ഇനിയുള്ളതാണ് ഓയിൽ കൂളിംഗ്. അതിൽ വേറൊന്നുമല്ല, ഈ ലിക്വിഡ് കൂളിങ്ങിൽ നമ്മളൊരു എക്സ്ട്രാ കൂളൻറ്റ് വെച്ചിട്ടാണ് എൻജിനെ തണുപ്പിച്ചത്. പക്ഷേ ഓയിൽ കൂളിങ്ങിൽ എൻജിൻ ഓയിൽ യൂസ് ചെയ്ത് തന്നെയാണ് എൻജിനെ തണുപ്പിക്കുന്നത്. അപ്പോൾ എൻജിൻ ഓയിൽ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ഓയിൽ കൂളർ എന്ന് പറഞ്ഞിട്ട് ഒരു റേഡിയേറ്റർ ലൈക്ക് സെറ്റപ്പ് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ ഹിമാലയൻ അതുപോലുള്ള ബൈക്സ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഫ്രണ്ടിൽ ഒരു ചെറിയ റേഡിയേറ്റർ കാണും. അതൊരു ഓയിൽ കൂളർ എന്നാണ് അതിനെ പറയുന്നത്. കുറേ സമയം വർക്ക് ചെയ്യുമ്പോൾ എൻജിൻ്റെ ഹീറ്റ് കാരണം ഓയിലും ഹീറ്റാവും. എന്നിട്ട് ഈ ഓയിലിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ആ ഫ്രണ്ടിലുള്ള റേഡിയേറ്റർ വെച്ചിരിക്കുന്നത്. ഇതാണ് 3 ടൈപ്പ് ഓഫ് കൂളിംഗ്. ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൂളിംഗ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിക്വിഡ് കൂളിംഗ് ആണ് ഏറ്റവും എഫിഷ്യൻറ്റ് കൂളിങ്ങിൻ്റെ ടേംസിൽ. പക്ഷേ ലിക്വിഡ് കൂളിങ്ങിൽ നമുക്ക് അധികമായിട്ട് ഒരു കൂളൻ പമ്പിൻ്റെയും റേഡിയേറ്ററിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്. കുറച്ച് വെയിറ്റൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ കൂളിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും എഫിഷ്യൻറ്റ് ലിക്വിഡ് കൂളിംഗ് തന്നെയാണ്. എയർ കൂളിംഗ് നോക്കുകയാണെങ്കിൽ സ്മോളർ കപ്പാസിറ്റി ബൈക്സിനും ലോ റെവിങ് ആയിട്ടുള്ള എൻജിൻസിലും എല്ലാം എയർ കൂളിംഗ് സഫീഷ്യൻ്റ് ആണ്. ഓയിൽ കൂളിംഗ് എന്ന് പറഞ്ഞാൽ എയർ കൂളിംഗ് ഉള്ള എൻജിൻസിൽ കുറച്ചൊരു എക്സ്ട്രാ ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഓയിൽ കൂളിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൂളിങ്ങിനെ പറ്റിയിട്ട് മെയിനായിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം അടുത്ത വീഡിയോസിൽ തരുന്നതാണ്. അപ്പോൾ ഇനി എൻജിൻ്റെ സ്പെസിഫിക്കേഷൻസ് മെയിനായിട്ട് എടുത്ത് പറയുന്ന കാര്യമാണ് കാർബറേറ്റഡ് അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഒരു ബൈക്ക് കാർബറേറ്റഡ് ആണോ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണോ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്താൽ നിന്ന വീഡിയോ ഭയങ്കര ലെങ്തി ആയി. ഇപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ സിംപ്ലി ഒന്ന് പറയുകയാണെങ്കിൽ ഈ കാർബറേറ്റർ എന്ന് പറയുന്നത് എയർ ആൻഡ് ഫ്യൂവൽ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസാണ് കാർബറേറ്റർ. അപ്പോൾ എയർ ആൻഡ് ഫ്യൂവൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് കമ്പഷൻ ചേമ്പേഴ്സിൻ്റെ അകത്തോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബറേറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സിങ്
നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ ഡയറക്റ്റായിട്ട് ഹൈ പ്രഷർ ഫ്യൂവൽ സിലിണ്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. ഇതാണ് ഫ്യൂൽ ഇഞ്ചക്ടർ. ഈ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ബൈക്സിൽ എയറും ഫ്യൂലും മിക്സ് ആവുന്നത് ചേമ്പറിൻ്റെ അകത്ത് വെച്ചിട്ടാണ്, കമ്പഷൻ ചേമ്പറിൻ്റെ അകത്ത് വെച്ചിട്ടാണ് എയറും ഫ്യൂലും മിക്സ് ആവുന്നത്. ഇതാണ് ബ്രീഫായിട്ട് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെയുള്ള ധാരാളം ടെക്നിക്കലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ഓട്ടോമൊബൈൽ റിവ്യൂസിനും ആയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.